ഹലോ ഗായ്സ്, നമുക്ക് പൊന്നായും കൊണ്ട് ഒരു സ്ഥലം വരെ പോകാവേ. പൊന്നായേ പൊന്നായേ പൊന്നായ എവിടെ കേക്കുന്നത്? പൊന്നായേ ചുന്ദരിയേ പഞ്ഞ് എന്നാ പറയുന്നേ? നമ്മുടെ പൊന്ന് എന്നാ പറയുന്നേ? ചുന്ദരിയേ നമ്മുടെ ഓ എന്നിട്ട് എന്നിട്ട് ആണോ? എന്നിട്ട് എവിടെ പോയത് പൊന്നേ? അപ്പൊ പൊന്നയും കൊണ്ട് റിലയൻസ് വരെ ഒന്ന് പോയാലോ? നമ്മുടെ കടയിലേക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കണേ. അപ്പൊ പൊന്നായിക്ക് ഒരു നേരം പോക്കുവാകും. ഞങ്ങൾ നടന്നു പോവാ മേടിക്കാനായിട്ട്. ദാ അമ്മൂസ് പഠിക്കുന്ന സ്കൂളാണ് ആ കാണുന്നത്. നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുകയാണ് ഗായ്സ്. ദാണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുതുങ്ങൾ ഇടയ്ക്ക് കണ്ട് വലിയുന്നത് അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി നിൽക്കുക. അങ്ങനെ ഞങ്ങൾ എത്തി ഗായ്സ്. പൊന്ന തണ്ണിമത്തൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പൊന്നായി അടുത്ത് കൊണ്ടൊന്ന് കാണിക്കുമായിരുന്നു. പൊന്ന ഇതാണ് തണ്ണിമത്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. അവിടെ പുഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എനിക്ക് പുഷത്തില്ലായിരുന്നു. കുഞ്ഞിക്കിളി ഓടി വന്നിട്ട് അത് അങ്ങനത്തെ ഉള്ള കാര്യമൊക്കെ ഭയങ്കര ശ്രദ്ധ. വിളിച്ചതുപോലും അല്ല, ഞങ്ങൾ വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴേ അവൾ ആദ്യം കയറിപ്പോയായിരുന്നു. പക്ഷെ ഓടി വന്ന് അന്നേരം അത് തുറന്നു തന്നു. പൊന്നായിക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെയെല്ലാം ഭയങ്കര കളറുകളൊക്കെ. പൊന്ന എന്തൊക്കെയോ നോക്കിയിരിക്കുക. ഇപ്പം കണ്ടോണം ചുമ്മാ എൻ്റെ അതോടെ നടക്കുമോ? ഈ പറയത്തക്ക ഒരു സാധനവും മേടിച്ചിട്ടില്ല. ഉപ്പുവിനൊക്കെ പിന്നെ യോഗർട്ട് ഭയങ്കര ഇഷ്ടമാണ്. മാങ്കോയുടേതിനും സ്ട്രോബെറിയുടേനും ഓഫറും ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി. ചോളത്തിനും ക്യാബേജിനും കോളിഫ്ലവറിനും ഒക്കെ ഇന്ന് നല്ല ഓഫറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബീഡിയിലെല്ലാം കഴിഞ്ഞ് പറച്ചിൽ കേട്ടാൽ ഓർക്കും ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് പോകുന്നത്. നാഗപ്പാട ചോളം വാങ്ങിയതാ. എൻ്റെ കയ്യിലിരിക്കുന്ന ടവലും ഉണ്ട്. അതിന് നല്ല മയമാണ്. കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട്. അപ്പോൾ അത് ഒരു പാക്കറ്റൂടെ വാങ്ങാനായിട്ടാണ് പോയത്. മഴക്കാറ് കയറുന്നുണ്ട്. പട്ടിക്കുഞ്ഞ് നനയെന്ന് പറഞ്ഞ് ചെറുതുങ്ങളെല്ലാം സ്പീഡിൽ വിടുന്നുണ്ടായിരുന്നു. ഇവിടെ ആശുപത്രിയുടെ പുറകിൽ കുറേ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ മഴക്കാറ് കയറുമ്പോഴത്തേനും നനയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് അപ്പുറം നിന്ന് കണ്ടുവന്നൊരു ഷീറ്റൊക്കെ കൊണ്ടുവന്നു. കടയിലിരുന്ന വേസ്റ്റ് ബോർഡെല്ലാം എടുത്ത് കൊണ്ടുവച്ച് അതിൻ്റെ അകത്തുണ്ട് കുഞ്ഞുങ്ങളെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്ലോസ് ആക്കാം. അപ്പൊ ഇവിടെ തോന്നുന്നു ഇല്ല. ഇത് ശ്വാസപ്പെടാണോ? കല്ലട ചുറ്റിന് കല്ല വെച്ചത് ഇതിനെ കൂടെ എനിക്കറിയില്ല. പശ ഒട്ടിച്ചു ഒട്ടിക്കണം. എടാ നിപ്പു കണ്ടോ? കാരണുണ്ടോവേ ഇപ്പൊ ഇങ്ങനെ ഓടിച്ചു വിട്ടു. എല്ലാരും ഉണ്ടോ? പാവം. കഴിക്കാൻ വല്ലതും കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചാൽ പറയാം അതൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. എപ്പോൾ സംഭവിച്ചെന്നൊന്നും അറിയത്തില്ല. പേരിടിയിൽ ചടങ്ങ് നടക്കുക. കൊച്ചു TV കാണുന്നോണ്ട് പിന്നെ പേരിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. അപ്പോൾ ശരി ഗായ്സ്, അപ്പോൾ പേരിടിയിൽ ചടങ്ങൊക്കെ കഴിഞ്ഞേ. ഡേഞ്ചർ പൂപ്പി